ഇന്ന് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാപ്പാണ് നോക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രാപ്പാണ്. എന്നാലും ഒട്ടുമിക്ക ബിഗിനേഴ്സും ഇതിൽ വീണു പോകാറുണ്ട്. ഈ ട്രാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലാക്ക് പീസ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ബോർഡ് ഒന്ന് തിരിച്ചു വെക്കാം. ഓക്കെ, ഇനി ട്രാപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. വൈറ്റ് E4 മൂവ് ചെയ്യുന്നു, ബ്ലാക്ക് E5. ഇത് സാധാരണയായി എല്ലാവരും കളിക്കുന്ന ഓപ്പണിംഗ് ആണ്. വൈറ്റ് NF3. ഇപ്പോൾ E5 പൗണിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ബ്ലാക്ക് ഇവിടെ E5 പൗണിനെ സംരക്ഷിക്കാതെ തിരിച്ച് വൈറ്റിൻ്റെ E4ലുള്ള പൗണിനെ നൈറ്റ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് ബ്ലാക്കിൻ്റെ പൗണിനെ വെട്ടിയെടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ വൈറ്റിൻ്റെ പൗണിനെ വെട്ടിയെടുക്കുന്നില്ല. ആദ്യം നൈറ്റിനെ C3യിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ രണ്ട് ഉദ്ദേശമാണ് ബ്ലാക്കിനുള്ളത്. ഒന്ന്, E5ലുള്ള നൈറ്റിനെതിരെ അറ്റാക്ക്. രണ്ട്, നൈറ്റ് അവിടെ നിന്ന് മാറുമ്പോൾ F6ലുള്ള നൈറ്റ് വെച്ച് E4ലുള്ള പൗണിനെ വെട്ടിയെടുക്കൽ. എന്നാൽ ഇങ്ങനെ ഒരു പൊസിഷനിൽ വൈറ്റ് ബ്ലാക്കിൻ്റെ നൈറ്റിനെ വെട്ടിയെടുക്കുന്നതാണ് കൂടുതലായും കണ്ടുവരുന്നത്. അപ്പോൾ ബ്ലാക്ക് പൗണിനെ വെച്ച് വൈറ്റിൻ്റെ നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. ഇനി അടുത്തതായി വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന മൂവാണ് ഈ ട്രാപ്പ് വിജയിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ വൈറ്റിൻ്റെ E4 പൗൺ അറ്റാക്കിലാണ്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി D3 മൂവ് ചെയ്താൽ ഈ ട്രാപ്പ് 50% വിജയിച്ചു എന്ന് പറയാം. ബ്ലാക്ക് ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ G5ലേക്ക് കളിച്ച് നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്താൽ 90% നമ്മുടെ ഈ ട്രാപ്പ് വിജയിച്ചു. അടുത്തത് നൈറ്റ് E4 പൗണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരത്തിൽ ഒട്ടുമിക്ക പ്ലേയേഴ്സും ബിഷപ്പ് കൊണ്ട് ക്യൂനിനെ വെട്ടിയെടുക്കും. അപ്പോൾ ബിഷപ്പിനെ കൊണ്ട് F2 പൗണിനെ വെട്ടി ചെക്ക്. ബിഷപ്പിന് നൈറ്റിൻ്റെ സപ്പോർട്ടുള്ളത് കൊണ്ട് കിങ് വെച്ച് വെട്ടാൻ പറ്റില്ല. കിങ്ങിന് D2ലേക്ക് പോകാനും പറ്റില്ല. കാരണം അവിടേക്ക് നൈറ്റിൻ്റെ കൺട്രോൾ ഉണ്ട്. കിങ്ങിന് ഒരേ ഒരു കോളത്തിലേക്ക് മാത്രമേ നീങ്ങാൻ പറ്റുകയുള്ളൂ. E2ലേക്ക് മാറുന്നു. ആ സമയത്ത് ബിഷപ്പ് G4 കളിച്ച് ചെക്ക്മേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ഈ പൊസിഷനിൽ ബിഷപ്പ് വെച്ചിട്ട് ക്യൂനിനെ വെട്ടാതെ പൗണിനെ വെച്ച് നൈറ്റിനെ വെട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. പൗണ് വെച്ച് നൈറ്റിനെ വെട്ടി. അപ്പോൾ ബിഷപ്പ് വെച്ച് ചെക്ക്. കിങ് വെച്ച് ബിഷപ്പിനെ വെട്ടുമ്പോൾ ക്യൂന് വെച്ച് വൈറ്റിൻ്റെ ക്യൂനിനെ വെട്ടിയെടുക്കാം. അങ്ങനെ ഈസിയായി ബ്ലാക്കിന് ഗെയിം വിജയിക്കാം. അതുകൊണ്ട് കിങ് E2ലേക്ക് മാറും. അപ്പോൾ വൈറ്റ് ബിഷപ്പ് വെച്ച് ചെക്ക്. ഇപ്പോൾ കിങ്ങിന് പോകാൻ വേറെ കോളം ഇല്ലാത്തത് കൊണ്ട് തന്നെ F2യിലുള്ള ബ്ലാക്ക് ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. ആ സമയത്ത് ക്യൂന് വെച്ച് ബ്ലാക്കിൻ്റെ ക്യൂനിനെ വെട്ടിയെടുക്കാം. ഈ പൊസിഷനിൽ ബ്ലാക്കിന് ഈസിയായിട്ട് ഇനി ഗെയിമിൽ ജയിക്കാം.